എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മീൻകറി ഉണ്ടാക്കാനെ കൊണ്ടാണ്. മീൻകറി ഉണ്ടാക്കാൻ ചട്ടി അടുപ്പത്ത് വെച്ചു. കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാവേ. കടുക് ഒന്ന് നന്നായിട്ട് ചൂടായി ഒന്ന് പൊട്ടിയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ഇടേണ്ടത് ഉലുവയാണ്. ഉലുവ മുഴുവനോടെ ഉള്ള ഉലുവ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഉലുവയെല്ലാം ഒന്ന് പൊട്ടി വന്ന് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇട്ട് കൊടുക്കാവേ. ഒന്ന് നന്നായിട്ട് വഴണ്ട് വരുന്നോടം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെയാണ്. അത് ഇതൊന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് അത് ചേർത്ത് കൊടുക്കുക. പൊടി ഇട്ട് കൊടുക്കുക. അതൊന്ന് വഴറ്റിയെടുക്കാവേ. അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നോടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ച് ചേർത്ത് കൊടുക്കാവേ. ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർത്ത് ഒന്നും കൂടി ഒന്ന് ആ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണേ. നന്നായിട്ട് ഇളക്കി അതിനാവശ്യമായിട്ടുള്ള ഉപ്പും ഇട്ട് നമുക്ക് മൂടി വയ്ക്കാം. അതൊന്ന് തിളയ്ക്കണം. അതിൻ്റെ പുളിയെല്ലാം നന്നായിട്ട് ഇറങ്ങി ഒന്ന് വരട്ടെ. മീൻകറിയുടെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് മീൻ കഷ്ണങ്ങളെല്ലാം പെറുക്കിയിട്ട് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന അയല കഷ്ണമാണ്. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലല്ലേ മീൻകറി വെക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണോ മീൻകറി വെക്കുന്നതെന്നും കൂടെ പറയണേ, കമൻറ്റ് ചെയ്യണേ. എല്ലാം നന്നായിട്ടൊന്ന് അരപ്പൊക്കെ ഒന്ന് കൂട്ടിച്ചേർത്ത് മീൻ കഷ്ണം ഒന്ന് എല്ലാം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അടുപ്പത്ത് മൂടി വെക്കാവേ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ അപ്പം തന്നെ കപ്പയൊക്കെ കുത്തി അടുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നേ. കപ്പയൊന്ന് വേവിക്കാനെ കൊണ്ട് മീൻകറിയൊക്കെ തിളച്ച് പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാവേ. ഇളക്കിയെടുത്ത് തീയൊക്കെ ഓഫ് ചെയ്ത് നമുക്ക് അതിൻ്റെ അകത്തേക്ക് കുറച്ച് പച്ചക്കറിവേപ്പിലയൊക്കെ ഇട്ട് എടുക്കാവേ. മീൻകറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കപ്പയുടെ കാര്യങ്ങളും കൂടെ നോക്കണേ. കപ്പയ്ക്കുള്ള അരപ്പൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കപ്പയും മീനുമാണ്. കപ്പയും മീനും ഇഷ്ടമില്ലാത്തവരാരും ഇല്ല. മലയാളീസിന് എല്ലാവർക്കും കപ്പയും മീനും ഭയങ്കര ഇഷ്ടമല്ലേ. കപ്പയൊക്കെ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. കപ്പയെല്ലാം നന്നായിട്ട് അരപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുവാണ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി നാളെ കാണാം.